അധികം ആര്യൻ, ശ്രീഹരി, അഭിഷേക്, അശ്വിൻ, ശ്രീഹരി, ശ്രീരാമ, അജയ്. This is my class. This was 8th B for me. 8th B? 8th B for me. ഇതിൽ പറ്റിയ സ്പോട്ട് ഇവിടെ ഈ ജനലൊക്കെ തുറന്നു കഴിഞ്ഞാൽ അവിടെ കാണാം. ഇവിടുന്ന് അവിടെ ഈ സീറ്റിൽ കഴിഞ്ഞാൽ കാണുന്നില്ലേ? ബ്രൈറ്റ്നസ് കുറയ്ക്കും. എയ്ത്തിലാണ് ഞാൻ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ക്ലാസ് ടീച്ചർ രാജേഷ് സർ, പേര് ഓർമ്മയില്ല കറക്റ്റ്. രാജേഷ് സാറാണ്. ഹിസ്റ്ററി സാറായിരുന്നു. ഹി വാസ് മൈ ഫേവറേറ്റ്. അത് കഴിഞ്ഞാൽ മാത്സിന്, ഇംഗ്ലീഷിന് വിശ്വാസം സാറ്, കുറേ പേര്, സന്ധ്യ മിസ്, കുറേ പേരുള്ള എന്താ പറയുക, വൺ ഓഫ് മൈ ഫേവറേറ്റ് ഗ്യാങ്. ആര്യൻ, ശ്രീഹരി, അഭിഷേക്, അശ്വിൻ ന്യൂ ആയിട്ട് വന്നവനാണ്, എന്നാലും പൊളിയായിരുന്നു ആൾ. അശ്വിൻ, ശ്രീഹരി, പിന്നെ ഇപ്പോൾ ഗേൾസിൻ്റെ വെച്ചാൽ കാവ്യ, ഋഷിക, അമൃത, സഫ, അങ്ങനെ കുറേ പേര്, ഋതു, നിരഞ്ജന. ഷൗട്ട് ഔട്ട് ടു ഓൾ ഓഫ് ദം. അപ്പോൾ അങ്ങനെ ഒരു ഞങ്ങളൊരു 50 പേരുണ്ടായിരുന്നു ഈ ക്ലാസ്സിൽ. കുറേ അടിപൊളി. ഷൗട്ട് ഔട്ട് മുകുൾ ദാസ്. വാ, ഇപ്പോഴാണ് ഞങ്ങൾ നല്ല കീപ്പപ്പ് ഉണ്ട്. അവനൊരു ഷൗട്ട് ഔട്ട് എന്തായിരുന്നു, എനിക്ക് മെസ്സേജ് ചെയ്ത് അവൻ്റെ CV റെഡിയാക്കി കൊടുത്ത് അവൻ്റെ ബാംഗ്ലൂരിലെ ജോബ് റെഡിയായി. അതിന് എന്നെ വിളിച്ച് ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞ് നടക്കുന്നുണ്ട്. അത് ഞാൻ CV റെഡിയാക്കുക കാരണം എടാ എൻ്റെ കഴിവാണ്, നീ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് തരാൻ എനിക്ക് ജോബ് കിട്ടിയത് കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്ലാസ്. ആൻഡ് അജിയുടെയും ഫേവറേറ്റ് ക്ലാസ് ആണ് തോന്നുന്നു. ഇത് 8th B ആണ്. ഞാൻ പഠിക്കണത് ഇതാണ് 8th B. ഞാനും 8th B തന്നെയാണ്. ഇവിടെ വന്നിട്ട് ആർഗ്യൂ ചെയ്യാം ഞങ്ങൾ, ഇതന്നെ 8th B അല്ലേ എന്ന്. സോ ലെറ്റ്സ് ഹിയർ ഹർ സ്റ്റോറി. 7th സ്റ്റാൻഡേർഡിലും 8th സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡ് തുടക്കമായപ്പോഴേക്കും അച്ഛന് ട്രാൻസ്ലേറ്റ് ഞങ്ങൾ പോയി. 6th 7th 8th ലിറ്ററലി വൺ ഓഫ് ദി ബെസ്റ്റ്. മലയാളം പഠിച്ചത് ഇവിടെ നിന്ന്, ഇവിടുത്തെ പിള്ളേരാണ് മലയാളം പഠിപ്പിച്ചത് തന്നെ. 6th ഞാൻ ശരിക്കും എന്താ പറയുക, കൽക്കത്തയിൽ നിന്ന് വന്നത് ഒരുമാതിരി ബംഗാളി ലുക്ക് തന്നെയായിരുന്നു. ഒരു ബോയ് കട്ടായിരുന്നു, ഫുൾ മൊട്ടയായിരുന്നു. ബംഗാളി ബാബുന്ന് മലയാളി. ഞാൻ 6th സ്റ്റാൻഡേർഡ് വന്ന സമയത്ത് മലയാളം അറിയില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ മൊട്ടയായിരുന്നു. പിന്നെ അപ്പോൾ ആദ്യം കുറേ ബുദ്ധിമുട്ടി. പിന്നെ 7th ആയപ്പോഴേക്കും ബെസ്റ്റ് ആയിരുന്നു. ആർക്കെങ്കിലും ഷൗട്ട് ഔട്ട് ചെയ്യണം? ഞാൻ എല്ലാവരുടെയും പേര് പറയാം. ആരതി, എന്താ പറയുക, വിഘ്നേഷ്, പേര് പെട്ടെന്ന് വിട്ടത് വരുന്നില്ല, ശ്രീഹരി, ശ്രീരാമ, അജയ്, പിന്നെന്താ ശ്രീലക്ഷ്മി, ആര്യ, നസ്രിൻ, പൂർണിമ, കാർത്തിക, അഞ്ജന, അങ്ങനെ എന്താ പറയാ പേര് പെട്ടെന്ന് വരുന്നില്ല കേട്ടോ. 19 പേരുണ്ടായിരുന്നില്ലേ? ഒരുപാട്. ദേവനാരായണൻ, ആകാശ്, വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ആകാശ്, മനീഷ് ഉണ്ടായിരുന്നു തോന്നുന്നു, വൈശാഖയുടെ ഞാൻ ഇപ്പോഴും കോൺടാക്റ്റിലുണ്ട്. പഠിപ്പിച്ചത് എൻ്റെ ക്ലാസ് ടീച്ചർ 6th-ലും 7th-ലും 8th-ലും മൊത്തം രാധാലക്ഷ്മി മാഡം ആയിരുന്നു. സന്ധ്യ മാഡം സംസ്കൃത്, സുപ്രിയ മാഡം ബെസ്റ്റ് ടീച്ചറായിരുന്നു. പിന്നെ മറ്റേ ഞങ്ങൾക്ക് ഹിസ്റ്ററി പഠിപ്പിച്ചൊരു ശ്രീറാം സാർ ഉണ്ടായിരുന്നു. ഓ സാറ് അടിപൊളി സാറായിരുന്നു. പക്ഷെ ഞങ്ങൾ മൊത്തം കുറഞ്ഞായിരുന്നു ഹിസ്റ്ററി ക്ലാസ്സിൽ. പിന്നെ ആരൊക്കെ പഠിപ്പിച്ചതന്നെ. പിന്നെ വർക്ക് എഡ്യൂക്കേഷൻ സാർ വിശ്വനാഥൻ സാറെ കണ്ടു. പിന്നെ ഒരു സാർ ഉണ്ടായിരുന്നു കേട്ടോ, ബെസ്റ്റ് സാറായിരുന്നു. ഏതാണെന്നറിയോ, എനിക്ക് പേര് സത്യം പറഞ്ഞ ഓർമ്മയില്ല. സാർ എപ്പോഴും സയൻസ് ലാബ് സാർ എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് മൊട്ടയായിട്ട് വന്ന സമയത്ത് ജോസഫ് സാർ, ഷൗട്ട് ഔട്ട് ടു ജോസഫ് സാർ. എന്നെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ ഞങ്ങൾ കുറെ പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട് ബയോന്റെ. ഹി വാസ് ദ ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ്. ഭയങ്കര ചില്ലായിരുന്നു. ലഞ്ച് ബ്രേക്ക് സമയത്ത് സാർ വിളിക്കും, ഓരോരോ കഥകൾ പറഞ്ഞു തരും. കലാധരൻ സാറും ജോസഫ് സാറും ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. അവർ രണ്ടുപേരും എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഭയങ്കര കമ്പനിയായിരുന്നു. ഷൗട്ട് ഔട്ട് ടു ഹിം. So wherever you are, be superb. We love you a lot. All of us love you a lot. എല്ലാവരും പേര് പറയാൻ നിൽക്കണ. ഇവിടുന്ന് പോണ സമയത്ത് ആ സമയത്തൊന്നും ഫോൺ ഉണ്ടായിരുന്നില്ല, അപ്പൊ അധികം കോണ്ടാക്ട് ഉണ്ട്. എന്നാലും ആകാശ്, ആരതി, ശ്രീഹരി ഇവരൊക്കെ ആയിട്ട്, ശ്രീലക്ഷ്മി, ആര്യ, നസ്രിൻ ഇവരൊക്കെ ആയിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ മെല്ലെ കോളേജ് തുടങ്ങുന്ന 12th പാസ് ഔട്ട് ആയ സമയത്ത് ഞാൻ ഗോവയിൽ നിന്ന് ഇവിടേക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്ന് സ്റ്റേ ഇവിടെ വന്ന് എല്ലാവരും കണ്ട്. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായി ഡിസ്റ്റൻസ് ഒരുപാടായിരുന്നു. കാരണം ഞാൻ ഇവിടുന്ന് 9th പോയതാണ്. പിന്നെ അതിന് ശേഷം അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് കൂടിയത്. +2 കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് വന്നു എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ അപ്പോഴും കുറച്ച് പേര് ഉണ്ടായിരുന്നു.
ഇയർലി ആയി. ഇപ്പൊ ബർത്ത്ഡേക്ക് മാത്രം റിപ്ലൈ അയക്കുക, മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിക്ക് റിപ്ലൈ അയക്കാത്തേ ഉള്ളൂ. But yeah, still in contact. Thanks to Instagram. Thanks to Instagram. Still in contact. At least WhatsApp status and Instagram story reply അയക്കുമായിരുന്നു. It was really nice. ഒരു അപ്ഡേറ്റ്. We have a story to tell. How we met. No. പക്ഷേ ഇപ്പൊ പറയണ്ട. Let it be literally ഒരു കോമഡി. we'll have a separate video. We will set up a podcast. ഞങ്ങൾ എങ്ങനെ മീറ്റ് ചെയ്ത്, എങ്ങനെയാണ് മാറിപ്പോയത്, കോണ്ടാക്ട് ഇല്ലാതെ എങ്ങനെയാണ് കോണ്ടാക്ട് ഇല്ലാതെ തിരിച്ചെങ്ങനെ കോണ്ടാക്റ്റിൽ വന്നത്, അതിൻ്റെ ഇടയിൽ എന്തൊക്കെ നടന്നു ഒക്കെ ഞങ്ങൾ ഒരു സ്റ്റോറി ആക്കി ഇടാം. അധികം നോ സ്പോയിലേഴ്സ് പ്ലീസ്. ഞാൻ ഇവിടെ വായ അടക്കട്ടെ. ഈ ഗ്രൗണ്ടാണ് എൻ്റെ ഹാൻഡ് ബോൾ ജേണി. വെൽക്കം ബാക്ക് ടു മൈ ഫേവറേറ്റ് ഗ്രൗണ്ട്. ഞാൻ ഏറ്റവും സിമ്പിളായി പറയാം, ഒരു സ്പോർട്സിനും നന്നല്ലാത്ത ഞാൻ നാഷണൽ ലെവലിലെത്തി ഈ ഗ്രൗണ്ടാണ് എൻ്റെ ഹാൻഡ് ബോൾ ജേണി സ്റ്റാർട്ട് ചെയ്തത്. വെറുതെ കിടക്കുന്ന ഹാൻഡ് ബോൾ എനിക്ക് എടുത്തന്നെ എൻ്റെ PT സാറ് പേരിക്ക് ഓർമ്മ, ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഓർമ്മ വരുന്ന ദിവസം ഞാനിടാം. ആ സാറാണ് ഹാൻഡ് ബോൾ എടുത്ത് ട്രൈ ചെയ്യാൻ തന്നത്. ഞങ്ങൾ 2 കൊല്ലത്തെ ഫുൾ ഓൺ ഫുൾ ട്രെയിനിങ്. അവിടെ എന്താ പറയുക, അസംബ്ലി നടന്നാലും പ്രശ്നമല്ല, എന്ത് നടന്നാലും പ്രശ്നമില്ല. ഈവനിങ് 5 മണി വരെ ട്രെയിനിങ് ചെയ്യുക, 3 മണിക്ക് ക്ലാസ് കഴിഞ്ഞാൽ 4:30 വരെ ട്രെയിനിങ് ചെയ്യുക. അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഇവിടെ എന്താ പറയുക, KVയുടെ റൂള് പറഞ്ഞാൽ KV to KV മാച്ച്, ക്ലസ്റ്റർ മാച്ച് പറയും. അത് കഴിഞ്ഞാൽ റീജിയണൽസ്. ആ റീജിയൺസ് അത് സ്പെസിഫിക് ടീമിനെ ചൂസ് ചെയ്തിട്ട് നാഷണൽസിന് കൊടുക്കും. അപ്പം അതിലൊക്കെ എന്താ പറയുക, വൺ ഓഫ് ദ എന്താ പറയുക ഫോർച്ചുനേറ്റ് വണ്ണായിരുന്നു ഞാൻ കയറി പോവാൻ. ക്ലസ്റ്റേഴ്സിന് കയറി, ക്ലസ്റ്റേഴ്സിൽ കിട്ടി, റീജിയണൽസിന് പോയി, റീജിയണൽസിന് പെട്ടെന്ന് കിട്ടി, നാഷണൽസിൽ കിട്ടി.